ഞാൻ എൻ്റെ മോൻ ഡാനിയലിൻ്റെ അസുഖത്തിനായിട്ടാണ് അസീസി ഹോളിസ്റ്റിക് സെൻ്ററിൽ ആദ്യമേ വരുന്നത്. അവന് കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖവും സ്പീച്ച് ഡിലേയും ആയിരുന്നു. അപ്പോൾ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖം ഉള്ളത് കൊണ്ട് തന്നെ അവന് ഇംഗ്ലീഷ് മരുന്നുകളോ മറ്റ് ഇൻറ്റേണലായിട്ട് കൊടുക്കുന്ന മരുന്നുകളോ ഒന്നും നമ്മൾ കൊടുക്കണ്ടെന്ന് ആദ്യമേ തന്നെ തീരുമാനിച്ചതിന് പ്രകാരമാണ് അക്യൂപഞ്ചറും അങ്ങനെയുള്ള അനുബന്ധമായിട്ടുള്ള ചികിത്സാ രീതിയിലേക്ക് നമ്മൾ കൂടുതലായിട്ട് പോയത്. അങ്ങനെ അറിഞ്ഞു കേട്ട് വന്നപ്പോഴാണ് ഇവിടെ പാണാവള്ളിയിൽ അസീസി സെൻറ്ററിൽ ഇങ്ങനെ ഒരു ചികിത്സ ഉണ്ടെന്ന് അറിഞ്ഞത്. അവിടെ വന്നു. ഞങ്ങളിപ്പോൾ 4 സെഷൻ തെറാപ്പി ചെയ്തു. അതായത് 12 ദിവസത്തെ 4 സെഷൻ വെച്ചായിട്ട് 4 തെറാപ്പി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിപ്പോൾ മാറ്റം കണ്ടതെന്ന് പറഞ്ഞാൽ അവന് സ്പീച്ച് ഡിലേ എന്ന് പറയുമ്പോൾ അവന് തീർത്തും അമ്മ എന്ന് മാത്രമേ അവൻ ആദ്യം പറയുള്ളായിരുന്നു. ഇപ്പോൾ അവൻ പാട്ട് പാടും, 2-3 വാക്കുകൾ ചേർത്ത് സംസാരിക്കും. സംസാരം അത്ര തിരിവായിട്ടില്ലെങ്കിലും നന്നായിട്ട് തന്നെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തെറാപ്പി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ്. ഞങ്ങൾ കൂടുതൽ മാറ്റങ്ങൾ വരാൻ വേണ്ടി തെറാപ്പി കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന സിസ്റ്റർ ഫിലമൻ പരിചയപ്പെടാനും സാധിച്ചതിലും സിസ്റ്ററിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം നല്ല രീതിയിൽ നടന്നു കൊണ്ടുപോവുകയാണ്. അപ്പോൾ അത് എൻ്റെ കുട്ടിക്ക് അത് നന്നായിട്ട് പ്രകടമായി മാറ്റങ്ങൾ വന്നു എന്ന് 3 സെഷൻ കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ 4ാമത്തെ സെഷന് വന്നിരിക്കുന്നത്. അവൻ ഇപ്പോൾ 2-3 വാക്കുകളൊക്കെ ചേർത്ത് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനിയും ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. മാക്സിമം നല്ല രീതിയിൽ കുട്ടി തിരിച്ചു വരുവാൻ വേണ്ടി കണ്ടിന്യൂ ചെയ്യുകയാണ്.